ഹലോ എവ്രി വൺ, വെൽക്കം ടു PK കോർണർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോട് സ്വദേശിയായ വൈശാഖാണ്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ LGS എക്സാം എഴുതി. പിന്നീട് ജോലിയിൽ ഇരുന്നു കൊണ്ട് LDC, ഏറ്റവും ഒടുവിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 47ാം റാങ്ക് കരസ്ഥമാക്കിയ വൈശാഖാണ് വിജയകഥ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ജോലിക്കിടയിലും പഠിച്ച് ഇത്ര നല്ലൊരു റാങ്ക് കരസ്ഥമാക്കിയത്? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഏറ്റവും സ്നേഹത്തോടുകൂടെ ലെറ്റ്സ് വെൽക്കം വൈശാഖ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തോറ്റൊരു പയ്യുണ്ട്. പറഞ്ഞു കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാന്നേ ഉള്ളൂ. അവർ റിസ്ക് എടുത്ത് ബാക്കി 20 എണ്ണം അറ്റൻഡ് ചെയ്ത. ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം PSC പറയുന്നുണ്ട് എത്ര ഭാഗം വെയിറ്റേജ് ആണ്. അപ്പം നമ്മളും പഠിക്കുമ്പോൾ ആ രീതി വെയിറ്റേജ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എത്ര ഏകദേശം പുറകിലോട്ട് പഠിക്കണം? പിന്നെ ഈ ചേട്ടൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല ഡെപ്തിലാണ് ക്ലാസ് ഉണ്ടാവും. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സബ്ജക്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. തീരെ PSC പറ്റി അറിയാത്ത ഒരാൾ പുതിയതായിട്ട് വരുവാണെങ്കിൽ വലിയ ഡിഗ്രികളോ ഉള്ള ആളുകളൊന്നും അല്ല. എന്തോ ചെറിയ വാർത്തകളൊക്കെ ഞാൻ കേട്ടു, സത്യമാണോ? ഒരു 1-1.5 കൊല്ലം ഒക്കെ പഠിച്ച ഒരാൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു PSC ജോലി കിട്ടാണ്ടൊക്കെയുള്ള ചാൻസ് പറയാം. PSC കോർണർ, ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയതിനു ശേഷം എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെയാണ് പോകുന്നത്? ലൈഫ് നല്ല സുഖമാണ്, നല്ല സുഖമായിട്ട് പോകുന്നു. ജോലി കുറേ കൂടെ ഉത്തരവാദിത്തങ്ങൾ വന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മുമ്പ് ചെയ്ത ജോലിനെക്കാട്ടും കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നു. അപ്പോൾ കോഴിക്കോടാണ് സ്വദേശം എന്ന് പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ട്, 3 പേരാള്. എന്തായിരുന്നു പഠിച്ചത്? പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എക്സാം എഴുതുന്നത് അല്ലേ? ഞാൻ പഠിച്ചത് BTech ആയിരുന്നു, മെക്കാനിക്കലായിരുന്നു. കോതമംഗലം MA കോളേജിലായിരുന്നു പഠിച്ചത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PSC എക്സാമുകളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എഴുതിയത് ആ സമയത്ത് LGS എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ, PSC കുറിച്ച് ഇങ്ങനെ എക്സാമുകളൊക്കെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആ സമയത്ത് എങ്ങനെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ആ സംഭവം എന്ന് പറഞ്ഞാൽ BTech പഠിക്കുന്ന സമയത്ത് തന്നെ PSC എക്സാമിനെ പറ്റി അറിയലൊക്കെ ഉണ്ട്. അങ്ങനെ എക്സാം ഫ്രണ്ട്സൊക്കെ, നാട്ടിൽ ഫ്രണ്ട്സൊക്കെ എഴുതുന്നുണ്ട്. PSC അത് അപ്ലൈ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തോ ആ ഒരു LGS അപ്ലൈ ചെയ്ത് LGS അത്യാവശ്യം ഒരു സെക്യൂർഡായിട്ട് റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോളേജ് കഴിഞ്ഞ സമയത്ത് 2020 ഞാൻ പാസ് ഔട്ട് ആയത്. 20 ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേക്ക് LGS അഡ്വൈസ് വന്നു. അങ്ങനെ ജോയിൻ ചെയ്ത് LGS ജോയിൻ ചെയ്തു. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ LGS എഴുതി. പിന്നെ എഴുതുന്ന എക്സാം ഏതാണ്? പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് PSC നോക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഏകദേശം കിട്ടി, നാട്ടിൽ തന്നെ ജോലി കിട്ടിയപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കുക, വേറെ എക്സാമുകളൊക്കെ ട്രൈ ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് പോയി. അങ്ങനെ പിന്നെയാണ് എക്സാം വന്ന്, കോവിഡൊക്കെ വന്നിട്ട് കുറേ പരീക്ഷകൾ മാറ്റി വെച്ച്, പിന്നെ അത് കഴിഞ്ഞ് കുറേ പരീക്ഷകൾ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ LDCൻ്റെയും എക്സാമുകളും പിന്നെ കുറേ എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ കഴിഞ്ഞ് വന്ന LDCയിൽ കോഴിക്കോട് LDC ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. LDയിൽ നല്ല റാങ്ക് ഉണ്ടായിരുന്നു, 146 ആയിരുന്നു LD റാങ്ക്. അതിനുശേഷം അന്ന് LDൻ്റെ ഒരാഴ്ച മുമ്പായിട്ടായിരുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസ് നടന്നത്. അങ്ങനെ പ്രിലിംസ് എഴുതി, പ്രിലിംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് LDൻ്റെ ലിസ്റ്റ് വന്നതിന് ശേഷമാണ് സെക്രട്ടേറിയറ്റ് മെയിൻ എക്സാം നടന്നത്. അങ്ങനെ മെയിൻ എക്സാം ചെയ്തപ്പോൾ അത് സെക്രട്ടേറിയറ്റിലും കിട്ടി. സെക്രട്ടേറിയറ്റ് 47 എന്ന റാങ്ക് വന്നത്. നല്ല മികച്ചൊരു റാങ്ക് മേടിക്കാനായിട്ട് നല്ല റാങ്ക് കിട്ടി. അപ്പോൾ LGS ആയിട്ട് ജോലി ചെയ്യുന്നതിനിടയിലാണ് LDCയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ എഴുതിയെടുക്കുന്നത്. അപ്പോൾ ജോലിക്കിടയിൽ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് പോയത്? ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് LDയും ബാക്കി എക്സാമൊക്കെ എഴുതുന്നത്. മെയിനായിട്ട് LD ആണ് എഴുതി തുടങ്ങിയത്. അപ്പം അവിടെ മീൻസ് ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ വീട് ഓഫീസിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പം പോയി വരാനുള്ള കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജോലി സമയം കഴിഞ്ഞിട്ട് ഫ്രീ ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് പഠിക്കാൻ വേണ്ടി കുറേ സമയം മാറ്റി വെക്കും. പിന്നെ രാവിലെ ഉള്ള സമയത്തൊക്കെ മാക്സിമം പഠിക്കുന്ന സമയത്ത് മാറ്റി വെക്കും. അങ്ങനെ രണ്ടും ജോലിയും പഠിത്തം കൂടി മുമ്പോട്ട് ഒരുമിച്ച് കൊണ്ടുപോയി. കൂടെ ജോലി ചെയ്യുന്നവർ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോലിക്കിടയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്, ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? എക്സാമിൻ്റെ സമയത്ത് വേറെ പരിപാടികളൊന്നും അധികം ഫോക്കസ് ചെയ്യല്ല. എന്താ പറയുക, ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ പിന്നെ പഠിക്കുക. പിന്നെ എക്സാമിന് കുറച്ച് ദിവസം മുമ്പേ കാഷ്വലി വന്നെങ്കിൽ ലീവുകൾ എടുത്തിട്ട് എക്സാം നോക്കുക. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ നല്ലൊരു റിസൾട്ട് ഉണ്ടായത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, കഷ്ടപ്പെട്ട് പഠിക്കുന്നത് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ജോലി ഉള്ളതുകൊണ്ട് അതും ഇതും കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ കുറച്ചും കൂടി എന്താ പറയുക, ഈ പഠിക്കുന്ന സമയത്ത് മാക്സിമം പഠിക്കാൻ തന്നെ നോക്കിയിട്ടുണ്ട്, ബാക്കി പരിപാടി മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ LGS ആയിട്ട് കയറിയിട്ട് പിന്നെ LDC പിന്നെ ഡിഗ്രി ലെവൽ പഠിത്തത്തിൽ ബ്രേക്കുകളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടോ, അതോ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു?
പഠിത്തം ഈ കോളേജിൽ പഠിക്കുന്ന ആദ്യം LGS എഴുതി കഴിഞ്ഞ് പിന്നെ കോളേജിൽ അത്ര PSC കാര്യങ്ങൾ പിന്നെ നോക്കിയില്ല. എന്നാൽ ലിസ്റ്റിൽ വന്ന് പിന്നെ പാസ് ഔട്ട് ആവുന്നവരെ പിന്നെ കോളേജിൽ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ PSC ആയിട്ട് ടച്ച് ഒന്നുമില്ലായിരുന്നു. പിന്നെ വീണ്ടും ഈ ട്രാക്കിലേക്ക് വരുന്നത് ഈ കിട്ടിക്കഴിഞ്ഞ് പിന്നെ കോവിഡ് സമയത്ത് കഴിഞ്ഞ് LD നോക്കാൻ തുടങ്ങിയതിന് ശേഷം. അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ ട്രാക്കിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ ഇതിൽ തന്നെ അങ്ങനെ എന്താ പറയുക അപ്ഡേറ്റ് ആയിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കും, ഇംഗ്ലീഷ് മലയാളം അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ തൊഴിൽ വാർത്ത അങ്ങനത്തെ എന്തെങ്കിലും പങ്ക്തികളൊക്കെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കും. ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും ഇത് തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കും, വായിച്ചുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ വീഡിയോസ് ക്ലാസ് കണ്ടുകൊണ്ട് നിൽക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും. പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഉഷാറാവുക. ഈ ഡേറ്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ വൈശാഖിൻ്റെ കാര്യത്തിൽ എപ്പോഴാണ് പ്രിപ്പറേഷൻ ഒന്നുകൂടെ കാര്യക്ഷമമായിട്ട് എപ്പോൾ തൊട്ടാണ് പ്രിപ്പയർ ചെയ്യുക? ഞാൻ ആക്ച്വലി LD തുടങ്ങിയ തൊട്ട് അന്ന് തൊട്ടേ പഠിത്തം കണ്ടിന്യൂസ്ലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് തീവ്രമായിട്ട് പഠിക്കുവാണെങ്കിൽ മീൻസ് എക്സാമിന് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാമെന്ന് എക്സാമിൻ്റെ ഒരു 4 മാസം മുമ്പ് 5 മാസം മുമ്പ് മെയിനായിട്ട് എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കും. പിന്നെ പക്ഷെ അതിന് മുന്നേ അതിന് മുമ്പേ ആണെങ്കിൽ നമ്മളെപ്പോഴും നമുക്ക് എന്താ പറയുക ആ സമയത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, എന്താണ് PSC ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കും. അതെപ്പോഴും ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഗുണപ്പെടുമായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഒക്കെ ചിലപ്പം എന്താ പറയുക ഇപ്പം നോക്കുന്നതാണ്, ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞിട്ട് എക്സാമാണ് ഗുണപ്പെടും നോക്കും. അപ്പോൾ സിലബസ് വന്നെന്ന് അറിയുമ്പോൾ എങ്ങനെയായിരിക്കും സബ്ജക്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യുക? മാർക്കൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് ആ ഒരു രീതി? സബ്ജക്റ്റ് അത് ഓരോ എക്സാമിന് ഓരോ മാതിരി. ഇപ്പം പ്രിലിംസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം മാത്സിന് കുറച്ചും കൂടി എന്താ പറയുക 50 മാർക്കിന് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി നന്നായിട്ട് അതിന് ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് എന്തായാലും നമ്മൾ നല്ല രീതിയിൽ സെറ്റായിട്ട് പോകണം. അപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഈ 3 സബ്ജക്ട്സും പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ ലെവലിലങ്ങ് ചോദ്യം പോകില്ല. പഠിച്ചു കഴിഞ്ഞാൽ മാത്സിന് 20 മാർക്ക് ഉണ്ട്. അപ്പോൾ ടൈം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു? ടൈം പറഞ്ഞാൽ ബാക്കി നമുക്ക് GK മാക്സിമം ആ സമയം കൂടി മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിൽ ബാക്കിയുള്ള 50 മാർക്സിൽ ഇപ്പം എക്കണോമിക്സ് കുറച്ച് 5 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് സിലബസിൽ നമുക്ക് കുറച്ച് വെയിറ്റേജ് ഉള്ള കാര്യങ്ങൾ PSC പറയുന്നുണ്ട് ഇത്ര ഭാഗം വെയിറ്റേജ് ആണ്. അപ്പോൾ നമ്മളും പഠിക്കുമ്പം ആ രീതി വെയിറ്റേജ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക. എല്ലാ സാധനവും പഠിച്ചിട്ട് തീർക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. നമുക്ക് പഠിക്കുന്ന സാധനങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക, അത് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം മെയിൻസിന്റെ സിലബസ് വന്നപ്പോൾ നേരത്തെ പറഞ്ഞു സ്ട്രോങ് പോയിന്റ് ഉണ്ട്, വീക്ക് പോയിന്റ് ഉണ്ടെന്ന്. വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയായിരുന്നു സ്ട്രോങ് പോയിന്റ്സ്, ഏതൊക്കെയായിരുന്നു വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സ്? എന്നെ സംബന്ധിച്ചോളം മാത്സ് എനിക്ക് ഓക്കെയാണ്, മാത്സ് വലിയ പ്രശ്നമില്ല. ഇംഗ്ലീഷും പഠിച്ച് തുടങ്ങിയതിന് ശേഷം പണ്ട് ഇംഗ്ലീഷ് വളരെ വീക്കാണ്, എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ എളുപ്പം പറ്റും. മലയാളം വലിയ കുഴപ്പമില്ല. ഇതുമായുള്ള സബ്ജക്ട്സിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇത് അപ്ഡേഷൻ വളരെ കുറവായിരിക്കും. അതേമാതിരി ഹിസ്റ്ററി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അപ്ഡേഷൻസ് വളരെ കുറവായിരിക്കും. ഒരു തിരുവിതാംകൂർ രാജവംശം പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ, അത് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്ക് പേഴ്സണൽ ഒരു ഇഷ്ടങ്ങളാണ്. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടി ഇഷ്ടമുള്ളതായിരുന്നു, ആക്ട്സ് കുറച്ചും കൂടി ഇഷ്ടമുള്ളതായിരുന്നു, ഓരോ താല്പര്യം വായിക്കാൻ കുറച്ചും കൂടി താല്പര്യമുള്ളതുകൊണ്ട് അത് ഇഷ്ടമുള്ളതായിരുന്നു. കിട്ടുന്ന ഭാഗങ്ങളിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യും. പക്ഷേ ഒന്നും വിടില്ല, എല്ലാ സാധനവും സിലബസ് എന്തായാലും ഒരു വട്ടം കവർ ചെയ്യും. ഏകദേശം മുഴുവൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. സിമ്പിൾ ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പഠിക്കാത്ത ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നമുക്ക് എത്ര അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു റൗണ്ട് പോയേ പറ്റൂ. അപ്പോൾ ആനുകാലിക വിഷയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സബ്ജക്റ്റിൽ ഒരുപാട് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ പത്രവാർത്തകളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കൂട്ടത്തിലാണോ? എങ്ങനെയാണ് ആനുകാലിക വിഷയങ്ങൾ പഠിച്ചിരുന്നത്? പണ്ടോട്ടെ ന്യൂസ് പേപ്പർ എന്തായാലും മസ്റ്റായിട്ടും ഡെയിലി വായിക്കലുണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങൾ ന്യൂസ് പേപ്പറിലുണ്ടാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, അപ്പം ഒരു കൊല്ലം മുമ്പ് നടന്ന ന്യൂസും നമ്മളെ മൈൻഡിൽ എന്തായാലും നിൽക്കില്ല. എക്സാമിനോടനുബന്ധിച്ച് എന്തായാലും കഴിഞ്ഞാലും ഇപ്പോൾ നിയർ ബൈ നടന്ന ഇപ്പോൾ നോബൽ പ്രൈസ് 2 കൊല്ലം മുമ്പ് കിട്ടിയ നോബൽ പ്രൈസുകൾ, കാര്യങ്ങൾ, അവാർഡുകൾ, ഇപ്പോൾ ഗെയിംസ്, അതായത് ഏഷ്യൻ ഗെയിംസ് ആണെങ്കിലും കോമൺവെൽത്ത് എന്തെങ്കിലും ഇപ്പം FIFA വേൾഡ് കപ്പ്, അപ്പം ആ സംഭവങ്ങളൊക്കെ അതൊക്കെ എന്തായാലും ചില അപ്പോയിൻമെൻറ്റ്സ് ഇതൊക്കെ എന്തായാലും നമ്മൾ എക്സാമിനേഷൻ്റെ ഒരു വീക്ക് മുമ്പ് എന്തായാലും ഈ സംഭവം റിവൈസ് ചെയ്ത് പോകണം. ഇപ്പോഴത്തെ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ട്രെൻഡ് വെച്ചിട്ട് കുറച്ചും കൂടി ഡെപ്ത് ചോദിക്കും. അപ്പം നോബൽ പ്രൈസ് ഒക്കെ പറഞ്ഞാൽ ഡെപ്ത് തന്നെ. അപ്പം ആർക്ക് കിട്ടി, എന്തിന് കിട്ടിയതിനെ കുറിച്ച് എന്താണ് ആ വിഷയം എന്നും കൂടിയും പഠിച്ചു നോക്കുക. അപ്പം ഫിസിക്സിനൊക്കെ എന്തിനു വേണ്ടി കിട്ടിയെന്നുള്ളതും കൂടി ഡെപ്ത് നോക്കുക. അപ്പോൾ അതേമാതിരി ഇപ്പം സാധാ മികച്ച നടൻ, മികച്ച നടിയെന്ന് കുറച്ചും കൂടി മാറി കുറച്ചും കൂടി താഴത്തേക്കുള്ള ആ ടൈപ്പ് അവരെ കുറിച്ച് അവരെ ചിലപ്പോൾ ഒരു പാസ്റ്റും കൂടി ചിലപ്പം ഉദാഹരണത്തിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഇന്ന കൊല്ലം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൊല്ലം മമ്മൂട്ടിക്ക് ഈ കൊല്ലം കിട്ടിയെങ്കിൽ ചിലപ്പോൾ മുമ്പത്തെ കൊല്ലത്തും കൂടി ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടേക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ആ നടൻ്റെ കുറച്ചും കൂടി ഒന്ന് പാസ്റ്റും കൂടി നോക്കിയിട്ട് അങ്ങനെ അത് കറണ്ട് അഫയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് അതെന്തായാലും നോക്കുക. പിന്നെ എക്സാമിന്റെ പുറകിലോട്ട് ഒരുപാട് പേർക്കുള്ള സംശയമാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എത്ര ഏകദേശം പുറകിലോട്ട് പഠിക്കണം, അതിനെക്കുറിച്ച് എന്താണ് വൈശാഖ്? അത് ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ എക്സാമുകളൊക്കെയാണ് മാക്സിമം ഒരു 2 ഇയർ ബാക്കിൽ മാക്സിമം അത്രേ പോകുള്ളൂ. പക്ഷേ ചില എക്സാമുകളിൽ ഇങ്ങനെ കമ്പനി ബോർഡ് ജസ്റ്റ് ഭയങ്കര ബാക്കോട്ട് ചോദിച്ചു. പക്ഷേ അതൊരു റയർ കേസ്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അത് വെറുതെ കുറേ പഴയത് പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എന്തായാലും ഒരു ലാസ്റ്റ് 2 ഇയറിൽ നടന്ന എന്താ പറയുക
ഗെയിംസ് ആണെങ്കിലും അങ്ങനത്തെ, പിന്നെ നോബൽ പ്രൈസസ് ലാസ്റ്റ് 2 ഇയർ, അവാർഡുകൾ, അപ്പോയിൻമെന്റ്സ് കാര്യങ്ങൾ, 2 ഇയർ ബാക്ക് 2 ഇയർ എന്തായാലും നമ്മൾ നോക്കിയേ പറ്റും. ഇപ്പൊ നമുക്ക് മുന്നിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ബുക്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ടെലഗ്രാം ചാനൽസ് ഉണ്ട്, പത്രവാർത്തകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏറ്റവും നല്ല റിസോഴ്സസ് എങ്ങനെയാണ് സെലക്ട് ചെയ്തിരുന്നത്? വൈശാഖിന്റെ റെഫർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് മെയിനായിട്ടും എന്തൊക്കെ തരം മെറ്റീരിയൽസ് ആയിരുന്നു? നമുക്ക് കുറേ സോഴ്സസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം എന്താ പറയുക, ഫ്രീ ആയിട്ട് യൂട്യൂബ് വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, ടെലിഗ്രാമിൽ കുറേ ചാനലുകൾ കാര്യങ്ങളുണ്ട്, റിസോഴ്സസ് നമ്മുടെ മുമ്പിൽ കുറേ ഉണ്ട്, പണ്ടത്തെക്കാട്ടും കൂടുതൽ. പിന്നെ റാങ്ക് ഫയൽ കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ആ പരീക്ഷയെ ബന്ധപ്പെട്ടുള്ള സിലബസിൽ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ കാര്യങ്ങൾ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചില സംഭവങ്ങൾ നമ്മൾ പഠിച്ച് കഴിയുന്നതായിരിക്കും, അപ്പോൾ അതിൻ്റെ വെറുതെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കുറേ സമയം കളയേണ്ട. നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്താ വെച്ചാൽ ഇപ്പോൾ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അതിൽ വേണ്ട സംഭവങ്ങൾ നമുക്ക് യൂട്യൂബ് ആണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ ഇടുക. ഇപ്പം എന്താ പറയുക, ടെലിഗ്രാം ആണെങ്കിൽ വേണ്ട PDF കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു സൈഡ് മെസ്സേജ് ഒരു ചാനൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സേവ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കാം. എല്ലാം നോക്കിയിട്ട് തീർക്കാൻ നമുക്ക് കഴിയൂല, എന്താ പറയുക. പക്ഷെ നമുക്ക് മാക്സിമം നമ്മൾ നല്ലൊരു PDF വായിച്ച് നമുക്ക് നല്ലൊരു നോട്ടാണ്, നമുക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതെന്തായാലും സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ നമ്മൾ വീണ്ടും എടുത്ത് നോക്കുക. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം PSCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു ദിവസം ഇത്ര സമയം കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇത്ര അവേഴ്സ് പഠിക്കുക, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അപ്പം ചില ദിവസങ്ങളിൽ എന്താ പറയുക, 5-6 മണിക്കൂറൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പം 6 മണിക്കൂറിലൊക്കെ പഠിക്കാൻ മാക്സിമം നിൽക്കും. ചില സമയത്ത് ചില ദിവസങ്ങളിൽ ചിലപ്പം തീരെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഡെയിലി പഠിക്കും. അത് എത്ര ടൈം എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം അനുസരിച്ചിരിക്കും. അപ്പോൾ തിരിച്ച് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഈ ഒരു റാങ്ക് നേട്ടത്തിലോട്ട് വരുമ്പോൾ PSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്? അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഈ 2022 ഡിസംബറിൽ ഞങ്ങളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നടന്നു. അതിൻ്റെ ഒരു 4 മാസം മുമ്പാണ് ഞാൻ ചാനലിനെ പറ്റി അറിയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ LD കഴിഞ്ഞ് ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ PK ചേട്ടനെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പം അന്ന് അവിടുന്ന് കാണലുണ്ട്. പിന്നെ ഗ്രൂപ്പ് തുടങ്ങിയതും പഠിക്കുന്ന കാര്യങ്ങളോ അതിനെ പറ്റിയുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഞാൻ നോക്കി തുടങ്ങി എനിക്കൊരാഗ്രഹം തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ടെലിഗ്രാമിലെ ഗ്രൂപ്പൊക്കെ നോക്കിയപ്പോൾ ഈ ഗ്രൂപ്പിനെ പറ്റി പറയുന്നത് കേട്ടു. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് വന്നു. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ 1000-1500 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യുന്നുണ്ടായിരുന്നു, രാവിലെ 5:30. അപ്പോൾ ലൈവ് ഞാനധികം അറ്റംപ്റ്റ് ചെയ്യില്ല, കയറാൻ പറ്റില്ല. ഞാൻ ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാം. പിന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് ഞാൻ ആദ്യം വിചാരിച്ച് പരീക്ഷ ഭയങ്കര ടഫായിരിക്കും, കിട്ടലൊന്നും ഉണ്ടാവില്ല, മീൻസ് അത്ര ഒരു എന്താ പറയുക ടഫായ എക്സാമൊക്കെ ആണെന്ന് വിചാരിച്ച്. പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഈ ചേട്ടനെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി നന്നായിട്ട് എന്താ പറയുക ഇവിടെ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ലാസ് കാണുന്നത്. അങ്ങനെ ക്ലാസ് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എക്സാം ആകുമ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ഇമ്പോർട്ടൻ്റ് ആക്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി മറ്റ് ക്ലാസ്സുകളിനെക്കാട്ടും കുറച്ചും കൂടി നല്ല ഡെപ്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ ഉള്ള ഒരു സ്റ്റാറ്റിക്സ് സംഭവങ്ങൾ GK കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് ഓരോ ആർട്ടിക്കിൾ എടുത്ത് വളരെ ബേസിൽ പോയിട്ട് നല്ല ഇതിൽ തന്നെ എനിക്ക് അന്ന് പഠിപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബേസിക് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നല്ല ഡെപ്തിലാണ് ക്ലാസ് ഉണ്ടാകും. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സബ്ജക്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ PSC പഠിക്കുമ്പോൾ കോച്ചിങ് എടുത്ത് പഠിക്കുകയാണോ നല്ലത്, സെൽഫ് സ്റ്റഡി ആണോ? എന്താണ് വൈശാഖ് പ്രിഫർ ചെയ്യുന്നത്? അത് ഓരോരുത്തരുടെ രീതി മാറിയായിരിക്കും. ഇപ്പോൾ തീരെ PSCനെ പറ്റി അറിയാത്ത ഒരാൾ പുതിയതായിട്ട് വരുവാണെങ്കിൽ അവരെന്തായാലും ഒരു കോച്ചിങ് എടുത്ത് തുടങ്ങിയേ പറ്റൂ. ഒരു 6 months എങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ എന്താണ് സംഭവങ്ങൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എടുത്തു തുടങ്ങിയാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എത്ര പഠിച്ചാലും എക്സാം ഹാളിൽ അന്നത്തെ പെർഫോമൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മുന്നേ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിട്ടാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്? അതായത് ആദ്യം ചെയ്യും, അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നോ? അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനത്തെ അപ്രോച്ച് ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ചെയ്തു പോകാന്നാണ്. അതേ ഓർഡറിൽ തന്നെ ചെയ്തു പോകാൻ തന്നെയാണ്. അതിൽ എന്തായാലും ഒരു വട്ടം ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് തീർക്കണം എന്നുള്ള വാശി ഉണ്ടാവും. ചിലവർ മാക്സിമം തുടങ്ങുന്നത് പറയലുണ്ട്, അങ്ങനെ കേൾക്കലുണ്ട്. ഞാൻ ഫസ്റ്റ് തൊട്ട് ഞാൻ അങ്ങനെ തുടങ്ങി പോകലാണ്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ ഓരോ സ്ട്രെസ് ചെയ്യൂല. അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ ആരും ഈ പുറത്ത് പറഞ്ഞ് കേൾക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ മാത്രമല്ല വേറെ ആരും അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ മാറ്റി വെക്കുക. അങ്ങനെ എന്തായാലും ഒരു റൗണ്ട് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം പലരും ഈ ട്രെൻഡൊക്കെ മാറിയ സമയത്ത് പറഞ്ഞു കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അത് പറഞ്ഞാൽ അവർ അറിയാത്ത ക്വസ്റ്റ്യൻ്റെ നമ്മൾ കുറേ നേരം സ്ട്രെസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ പ്രശ്നം ഒരുപാട് ടൈം. അപ്പോൾ നമ്മൾ സംബന്ധിച്ചോളം 100 ക്വസ്റ്റ്യൻ ചിലപ്പം ആദ്യത്തെ ഒരു 90 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫാണെങ്കിൽ, പക്ഷേ ലാസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. നമ്മളത് കണ്ടിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് വേണം 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്തായാലും ഒരു വട്ടം ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും പോകണം. എൻ്റെ സ്ട്രാറ്റജി പറഞ്ഞാൽ ഒരു വട്ടം ക്വസ്റ്റ്യൻ പേപ്പർ പോയി കഴിഞ്ഞ് 2ാമത്തെ വട്ടം പോകുമ്പോഴാണ് എനിക്കിതുമാതിരി എന്താ പറയുക കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ പറ്റുന്ന നമ്മളെന്തായാലും എടുത്തേ പറ്റൂ. റിസ്ക് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിട്ട്
മാർക്ക്. ഇനി ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് PSC, ഒരുപാട് പേര് പഠിക്കുന്നുണ്ടെങ്കിലും റാങ്ക് ലിസ്റ്റ് വരുന്ന ആൾക്കാർ, എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്, സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകൾക്ക് വളരെ കുറച്ച് ആൾക്കാരാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുന്നത്. എന്തായിരിക്കും ആ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും വൈശാഖ് അതിൽ പെട്ടുണ്ടാവുക? ഞാൻ എത്തിപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ ഫാക്ടർ ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. ഇപ്പം നമ്മളെക്കാട്ടും കൂടുതൽ പഠിച്ച ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ നമുക്കതൊന്നും പറയാം. ഇപ്പോൾ ഇത് മാത്രമല്ല, വേറെ എന്ത് സംഭവമാണെങ്കിലും പക്ഷെ നമ്മളെക്കാട്ടും കൂടുതൽ പഠിച്ച ആളുകൾക്ക് പുറത്തുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് നമ്മൾ വന്ന് മെയിനായിട്ട് നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, നമ്മളെ കാര്യങ്ങൾ സെറ്റ് ആവുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ വളരെ ഫ്രീ മൈൻഡിൽ പോവുക. എന്താ പറയുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നമ്മൾ ഒരു എന്താ പറയുക, കുറച്ച് ഒരു സ്കില്ലല്ല, നമ്മൾ കുറച്ച് കാലം എക്സ്പീരിയൻസ് കണ്ടാകുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണോ സിമ്പിളാണ്, ഏകദേശം ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറേ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താലും കുറേ എന്താ പറയുക ഈ PYQs ഒക്കെ അതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും. മോക്ക് ടെസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര മാർക്ക് വാങ്ങിയാൽ നമുക്ക് ഇതിന് മുമ്പിൽ എത്താൻ പറ്റുള്ളൂ എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. അത് ഏത് എക്സാമാണ്, ഇപ്പം LGS മുതൽ LD ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ഏകദേശം ആ ഒരു സ്കില്ല് നമ്മൾ എന്തായാലും നേടിയെടുത്താൽ മാത്രമേ PSC ഇപ്പം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് അറിയുന്ന മാത്രം എഴുതി വന്ന് ഇപ്പോൾ ഒരു 60 ആയിട്ട് വന്ന് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കട്ട് ഓഫ് ഇല്ല, 42 കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ആ എക്സാമിന് എന്താ പറയുക, ഒരു അധികം പേർക്കും ഒരു 40ൻ്റെ അടുത്ത് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ബാക്കി ഒരു 10 മാർക്കൊക്കെ കിട്ടിയ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിസ്ക് എടുത്ത് ബാക്കി 20 എണ്ണം അറ്റൻഡ് ചെയ്താൽ. അപ്പം നമ്മളത് ഏത് എക്സാം ആണെങ്കിലും, നമ്മളിപ്പോൾ ഡിഗ്രി ലെവലാണ്, ബാക്കി ഏത് എക്സാം ആണെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിന് മുമ്പോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പി ആയോ? വീട്ടുകാരൊക്കെ റാങ്ക് കിട്ടിയ എല്ലാവരും ഹാപ്പി ആയിരുന്നു. പ്രതീക്ഷിച്ച ഒരു എക്സാം അല്ല, ഞാൻ മെയിനായിട്ട് LDൻ്റെ അതുമാണ് പഠിച്ചത്. കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ പക്വതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. കുഞ്ഞു പയ്യനാണ്, 26 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചു. ഈ ഒരു ജേണിയിലെ കൂടെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ ആരൊക്കെയായിരുന്നു? മെയിനായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അമ്മ സപ്പോർട്ട് ചെയ്യുന്നത്. മാക്സിമം പഠിക്കാനുള്ള സാഹചര്യം കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സ് ആണെങ്കിലും വലിയ ഇതില്ല. പിന്നെ മുമ്പ് പറഞ്ഞ ഓഫീസിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ജോലിക്കിടയിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇത് കിട്ടും, സെക്രട്ടറി അസിസ്റ്റന്റ് എന്തായാലും കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിരുന്നത്? കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മീൻസ് കിട്ടുമെന്ന് നമുക്ക് കിട്ടും നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കും വിചാരിക്കാം നമുക്ക് കിട്ടും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓഫീസിൽ ഈ സർക്കാർ മേഖല തന്നെ ആയതുകൊണ്ട് അവിടെ ഓഫീസിൽ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും. അവരൊക്കെ ഇതുമാതിരി ഓരോ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് അങ്ങനത്തെ പോസ്റ്റ്, അപ്പോൾ അവർ ഇവിടുന്ന് ഒരു സെക്രട്ടറിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്നവർ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും അവിടെ കിട്ടണം. അപ്പോൾ നമ്മളും കുറേ കാലം കഴിഞ്ഞാൽ ഇതേ പോസ്റ്റിലൊക്കെ പോയിട്ട് നമ്മൾ ഇരിക്കുമല്ലോ. അങ്ങനെ കൂടുതൽ പഠിക്കുക, അങ്ങനെ പഠിച്ചിട്ടാണ് ഇത്രയും നല്ലൊരു നേട്ടം കൈവരിച്ചത്. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പേഴ്സണൽ ലൈഫിലായാലും അതല്ല, കല്യാണം എന്തോ ചെറിയ വാർത്തകളൊക്കെ ഞാൻ കേട്ടു, സത്യമാണോ? എൻ്റെ കല്യാണം ഫിക്സ് ആയിട്ടുണ്ട്, സെപ്റ്റംബർ മാസമായിരിക്കും. പിന്നെ ഇനിയും പഠിക്കണം എന്നുണ്ട്. ഇനി വേറെ നല്ല എക്സാമുകൾ വരുമ്പോൾ എന്താ പറയുക, കേസ് ഒക്കെ വരുമ്പോൾ ഇനി മുമ്പോട്ട് പഠിക്കണം എന്നുണ്ട്. ടച്ച് വിട്ടിട്ടില്ല, ടച്ച് വളരെ നിലനിർത്തി പോകുന്നുണ്ട്. പാരലലായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നമായിട്ട് ഒരുപാട് പേര്, ഒരു ജോലി, ഒരു പെർമനന്റ് ഇൻകം എന്നൊരു ജോലി സ്വപ്നമായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്ത് അഡ്വൈസ് ആയിരിക്കും വൈശാഖിന് നൽകാനുള്ളത്? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതിലേക്ക് മെയിനായിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ പലരും പറയാനുള്ളത് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഫസ്റ്റ് നോക്കുക. നമ്മളിതിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ കാര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ PSC പഠിക്കാൻ പോകുന്ന നാട്ടിലുള്ള അയൽവാസികളോ കാര്യങ്ങളൊക്കെ ഇത് കുറേ പേര് പഠിക്കുന്നുണ്ട്, നമുക്ക് കിട്ടൂല, നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് തോന്നും. അപ്പം എനിക്ക് പേഴ്സണലി അറിയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിപ്പം ഇതിൻ്റെ മുകളിൽ PSC പഠിക്കുന്ന മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കുറേ പേരുകളുണ്ട്. ഇപ്പം വലിയൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് ലിസ്റ്റിൽ പോലും സ്കൂളിൽ പഠിക്കുമ്പോൾ തോറ്റൊരു പയ്യുണ്ട്, അവന് ഇത് കിട്ടിയത് അറിയാം, ചിലപ്പോൾ അറിയുന്നുണ്ടോ അറിയില്ല. അങ്ങനെയൊക്കെ ആളുകൾ ഈ ലിസ്റ്റിൽ കുറേ ഉണ്ട്. നമ്മളല്ലാണ്ട് വലിയ ഡിഗ്രികളോ ഉള്ള ആളുകളൊന്നുമല്ല, സാധാരണ ആളുകൾ തന്നെ, നമ്മളൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആ ലെവലിൽ തന്നെ ഉള്ള ആളുകളാണ്. ഇപ്പോൾ PSC പഠിക്കാൻ നമ്മൾ മെയിനായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുക തന്നെയാണ്, കണ്ടിന്യൂസ്ലി ഇതിന് നമ്മൾ പഠിക്കാൻ. അപ്പം ചുറ്റുവട്ടം ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാണ്ട് നിൽക്കുക. നമുക്കൊരു ജോലി വേണം, നമ്മളൊരു സെക്യൂർഡായിട്ടൊരു ഇൻകം വേണം, നമ്മൾ കുറേ ആഗ്രഹങ്ങൾ, പിന്നെ അത് ഒരു ജോലി ശമ്പളം എന്നതിനപ്പുറം കുറേ കൂടെ നമുക്ക് സേവനം. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്തിലൊരു വർക്ക് ചെയ്യുന്ന, ഒരു റവന്യൂവിൽ വർക്ക് ചെയ്യുന്ന, നമ്മളെ മുമ്പിൽ എത്തുന്ന ഒരാൾക്ക് നമുക്ക് വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ആസ് എ പാർട്ട് ഓഫ് സർവീസ് തന്നെയാണ്. അപ്പം മെയിനായിട്ട് അങ്ങനത്തെ കുറേ ഇത് കാണുക, മെയിനായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുക, പരമാവധി കിട്ടുന്ന സമയങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കുക. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ ഒരു സിലബസുകൾ കാര്യങ്ങളൊക്കെ എടുക്കുക. എന്താണ് PSC ചോദിക്കുന്നത് ആ മേഖലകൾ ശക്തമായി പഠിക്കുക. എന്തായാലും ഒരു ഉറപ്പാണ്, മാക്സിമം ഒരു 1-1.5 കൊല്ലം ഒക്കെ പഠിച്ച ഒരാൾക്ക്
ഇതിന് എന്തെങ്കിലും ഒരു PSC ജോലി കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസ് കുറവ്. അങ്ങനെ കിട്ടിയ ആളുകളെ ഞാൻ മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളത്. തീരെ കിട്ടാണ്ട് പോകുന്ന ആളുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്ത ആളുകൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചേച്ചി കുറേ കാലം ട്രൈ ചെയ്താണ്. ഇപ്പം ചേച്ചി ലാസ്റ്റ് ഒരു 33 വയസ്സായപ്പോഴാണ് ചേച്ചി ഇപ്പം വന്ന് ലിസ്റ്റുകളിൽ കുറേ ലിസ്റ്റുകൾ ലാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് വർക്കിനെ എപ്പോഴും എന്തായാലും റിസൾട്ട് വരാണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ മറ്റു പല പരിപാടികൾ മാറ്റി വെച്ച് പഠിക്കാൻ നിൽക്കുവാണെങ്കിൽ 100% ഉറപ്പാണ് ജോലി കിട്ടും. ജോലി കിട്ടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ പോയിന്റോടുകൂടി തന്നെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ചെറിയൊരു പ്രായത്തിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുറിച്ച് നല്ലൊരു ബോധവും അതിനെക്കുറിച്ച് പറയാനും നല്ലോണം കഴിയുന്നുണ്ട് വൈശാഖിന്. ഭാവിയിലേക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 47ാം റാങ്ക് കരസ്ഥമാക്കിയ വൈശാഖാണ്. ജോലിക്കിടയിലും പഠിച്ച് മികച്ചൊരു റാങ്ക് വാങ്ങിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വൈശാഖ് പറഞ്ഞതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ അക്കാഡമിക്കലി അത്ര ബ്രില്യൻ്റ് അല്ലെങ്കിലും പലപ്പോഴും തോറ്റുപോയിട്ടുള്ളവരാണെങ്കിൽ കൂടിയും ഈ സെയിം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്കുകളിൽ അവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഇതുപോലൊരു പ്രോപ്പർ മെന്റർഷിപ്പ്, പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കും PKPSC കോർണറിന്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. PKPSC Corner. Craft your future.